ഹലോ ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗിന്റെ അപ്ലൈഡ് ഫിസിക്സ് 2 പേപ്പറാണ്. നമ്മൾ ഇന്ന് ഒരു ക്യൂബ് റിവിഷനിലേക്കാണ് പോകുന്നത്. മൺഡേ നമ്മുടെ എക്സാം ആണ്. സോ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റുഡൻസ് ഗെറ്റ് റെഡി ഫോർ ദ ക്ലാസ്. ടേക്ക് യുവർ നോട്ട്സ്, ടെസ്റ്റ്, പ്രിന്റ് ഓർ വാട്ട് എവർ യു വാണ്ട് ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രൊജക്ഷൻ ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ അലോങ് എ ഡയമീറ്റർ ആണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി ആക്സിലറേഷന്റെ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അത്രയാണ് എസ്എ ക്വസ്റ്റ്യനിൽ വരുന്നത്. വേവ്സിന്റെ അകത്ത് വരുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവും ലോജിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലായും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ വേവ് സി പാർട്ട് ക്വസ്റ്റ്യനിൽ എ ബി ആയിട്ട് 2 സെക്ഷനിൽ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ വേവ് വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നും എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് എ പ്രോബ്ലം മസ്റ്റ് ആയിട്ടും ചോദിക്കാറുള്ളതാണ്. പിന്നെ സൗണ്ട് വേവും ലൈറ്റ് വേവും തമ്മിലുള്ള ഡിഫറൻസ് ഒറ്റത്തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് 2-3 ഡിഫറൻസ് നോക്കി വെക്കുക. ബീറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ബി പാർട്ടിൽ ചോദിക്കാം, സി പാർട്ടിൽ വേണേ ചോദിക്കാം. കൂടുതലായിട്ട് ബി പാർട്ടിലായിരിക്കും ചോദിക്കാൻ, അതിനുള്ളതേ ഉള്ളൂ ആ ടോപ്പിക്. അൾട്രാസോണിക് വേവിന്റെ ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്. റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള വേവ് മോഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ അകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ചിലപ്പോൾ എക്സാമിന് SHM എന്നായിരിക്കും കാണുക. SHM എന്ന് വെച്ചാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിമ്പിൾ പെൻഡുലം നമുക്കറിയാം അല്ലെ. അതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കേട്ടോ, ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അത് നമ്മളെ ലാബിലായാലും ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഊഞ്ഞാല്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്ന് ഹാങ് ചെയ്ത് വിടുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കും, റെസ്റ്റിലിരിക്കും. റെസ്റ്റിലിരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഈ ബോഡി ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനിയും ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് തിരിച്ച് O എന്ന് പറയുന്ന മീൻ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് മൂവ് ചെയ്ത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇത്രേ ഉള്ളൂ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെ. ഇപ്പൊ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണെങ്കിൽ, ഇത്രയും ദൂരമാണ് എക്സ് എങ്കിൽ ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള അളവിലുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്താലാണ് തിരിച്ച് ഇത് ഓയിൽ എത്തുക അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അതാണ് ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തിരിച്ച് എവിടെ വരുന്നുണ്ട്?
മീൻ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മോഷനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മീൻ പൊസിഷനിൽ നിന്ന് പോകുന്ന ഒരു ബോഡി തിരിച്ച് മീൻ പൊസിഷനിലേക്ക് വരികയും അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രമാത്രമാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അഥവാ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിരിക്കണം. നമുക്കറിയാം സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓരോ സെക്കൻഡിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പീരിയോഡിക് മോഷൻ ആണെന്ന് പറയാം. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലം നമ്മൾ ഒരു തവണ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് വിട്ടാൽ അത് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഊഞ്ഞാലായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, മീൻ പൊസിഷനിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ തിരിച്ച് അതേ മീൻ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അത്രയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇതാണ് ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പ്രൊജക്ഷൻ ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ അലോങ് എ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന എസ് ഐ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സർക്കിള് നമ്മൾ വരയ്ക്കണം, ആ ഒരു ഡയഗ്രാം ഇല്ലേ അത് വരയ്ക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ്, നമ്മൾ ഇവിടെ ഈ ഒരു സർക്കിളിന് അറൗണ്ട് ആയിട്ട് ഒരു പാർട്ടിക്കിള് യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കിള് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് ഓരോ പോയിന്റിലും എത്തും. അതിനകത്ത് നമ്മൾ എല്ലാ പോയിന്റും ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സും പിയും വൈയും എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞ ഡയഗ്രാമത്തിൽ ലേബൽ ചെയ്തിട്ടില്ലേ, ആ പോയിന്റിലേക്ക് നമ്മൾ പാർട്ടിക്കിള് എത്തുമ്പോൾ അതിന്റെ ഇടയ്ക്ക് എത്തും. നമ്മൾ എല്ലാ പോയിന്റും കൂടെ പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോയിന്റ് എടുത്ത് പറയാണ്. അപ്പൊ ഈ ഒരു സർക്കിളിലൂടെ ഒരു പാർട്ടിക്കിള് യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിലൊക്കെ എത്തുമ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊജക്ഷൻ ആ ഡയമീറ്ററിലേക്ക് വരയ്ക്കും. അതാണ് ഹെഡിങ് തന്നെ. നമ്മളൊക്കെ ഇവിടെ 2 ഡയമീറ്റർ നമുക്ക് സർക്കിളിനെ കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ്, ഒന്ന് വൈ ഡാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ ഡയമീറ്ററും ഒരു ഹൊറിസോണ്ടലും. നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഈ ഒരു ഡയമീറ്റർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊജക്ഷൻ വരയ്ക്കുക. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ ഡയമീറ്ററിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇതുണ്ട്, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ഡയമീറ്റർ ഏതാണോ ആ ഡയമീറ്ററിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്. സർക്കിളിന്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടല്ലോ. അപ്പം സർക്കിളിന്റെ റേഡിയസ് ആണ് എ. അപ്പം യൂണിഫോം സർക്കുലർ മോഷനിൽ നമ്മളിവിടെ ഒരു പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ട്, പാർട്ടിക്കിൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. വെലോസിറ്റി ചേഞ്ച് ചെയ്യും, പക്ഷെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും. ഓക്കെ, അപ്പം പാർട്ടിക്കിളിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് പാർട്ടിക്കിൾ എന്താണ്, എക്സ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കായിരിക്കും, നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ ഇരിക്കുന്ന പോയിന്റിൽ നിന്ന് വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്ററിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് വരച്ചിരിക്കുന്നത് അല്ലെ. എക്സ് എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. പാർട്ടിക്കിൾ ഇരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ
ഡയമീറ്ററിലേക്ക് വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്ററിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പം അത് ഏത് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്? O എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ എക്സിൽ പാർട്ടിക്കിൾ ഇരുന്നപ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഓയിലാണ്. ഇനി എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പിയിലെത്തി. പിയിലെത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എവിടെയാണ്? പിയിൽ നിന്ന് വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്ററിലേക്ക് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അല്ലെങ്കിൽ പ്രൊജക്ഷൻ വരച്ചു. ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? എൻ എന്ന് പറഞ്ഞു. അപ്പൊ എക്സിൽ നിന്ന് പി എത്തിയപ്പം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എവിടെ എത്തി? എന്നിലെത്തി. വീണ്ടും മൂവ് ചെയ്ത് വൈയിലെത്തി പാർട്ടിക്കിള്. പ്രൊജക്ഷൻ എവിടെയായി? വൈയിൽ തന്നെയാണ്. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ അല്ല ഇത്. നമ്മൾ ഇവിടെയൊക്കെ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ്, അല്ലെ? അതുകൊണ്ട് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എവിടെയാണ്? വൈയിലെത്തുമ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വൈയിൽ തന്നെ ആയിരിക്കും. വീണ്ടും മൂവ് ചെയ്ത് ഇപ്പൊ എവിടെ എത്തി? എക്സ് ഡാഷിലെത്തി. എക്സ് ഡാഷിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എവിടെയാണ്? ഓയിലാണ്, അല്ലെ? എക്സ് ഡാഷിൽ എത്തുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഓയിലാണ്. എക്സ് വൈയിൽ നിന്ന് എക്സ് ഡാഷിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പം പ്രൊജക്ഷൻ എന്താ ചെയ്ത്? ഇങ്ങനെ താഴേക്ക് വന്നു, അല്ലെ? എക്സിൽ നിന്ന് വൈയിലേക്ക് മൂവ് ചെയ്തപ്പം പ്രൊജക്ഷൻ ഇതുപോലെ മുകളിലേക്ക് പോയി. തിരിച്ചെത്തിയപ്പം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ താഴേക്ക് എത്തി. ഇനി വീണ്ടും പാർട്ടിക്കിൾ എക്സ് ഡാഷിൽ നിന്ന് മൂവ് ചെയ്ത് വൈ ഡാഷിലെത്തി. പ്രൊജക്ഷൻ എവിടെയായിരിക്കും? വൈ ഡാഷിൽ തന്നെ ആയിരിക്കും. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനുണ്ടോ? ഇല്ല. അപ്പം വൈ ഡാഷിൽ എത്തുമ്പം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? വൈ ഡാഷിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോ എന്ത് ചെയ്തു? പ്രൊജക്ഷൻ പിന്നെയും താഴേക്ക് വന്നു. ഓയിൽ നിന്ന് ഇറങ്ങി എവിടെ എത്തി? വൈ ഡാഷിലെത്തി. ഇനി വീണ്ടും വൈ ഡാഷിൽ നിന്ന് എക്സിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്തു. പ്രൊജക്ഷൻ എന്ത് ചെയ്തു? മൂവ് ചെയ്തു, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? എക്സിൽ പാർട്ടിക്കിൾ തിരിച്ചെത്തിയപ്പം പ്രൊജക്ഷൻ കേറി എവിടെ എത്തി? ഓയില് തിരിച്ചെത്തി. എക്സിൽ എത്തിയപ്പം പ്രൊജക്ഷൻ എവിടെ എത്തി? ഓയിലെത്തി. ഇനി വീണ്ടും പാർട്ടിക്കിൾ ഇങ്ങനെ തന്നെ വീണ്ടും ഒരു സർക്കുലർ മോഷനും കൂടെ ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്, അല്ലെ? എക്സിൽ നിന്ന് ആദ്യം വൈയിലേക്ക് എത്തുമ്പോൾ പ്രൊജക്ഷൻ എന്ത് ചെയ്യും? ഓയിൽ നിന്ന് വൈയിലേക്ക് എത്തും. പിന്നെ വീണ്ടും വൈയിൽ നിന്ന് എക്സ് ഡാഷിലേക്ക് എത്തുമ്പോൾ പ്രൊജക്ഷൻ എന്ത് ചെയ്യും? ഓയിലേക്ക് തിരിച്ചെത്തും. മീൻ പൊസിഷൻ എന്ന് പറയുന്നത് O ആയിരുന്നു. ഓയിൽ നിന്ന് എന്ത് ചെയ്തു? വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്ഡ് ആയി. തിരിച്ചെന്ത് ചെയ്തു? അതേ മീൻ പൊസിഷനിലേക്ക് എത്തി. അതായിരുന്നു നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കണം. അത് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രേ ഉള്ളൂ ഈ ഡയഗ്രാമിൽ പറയുന്നത്. പാർട്ടിക്കിൾ എക്സിലായിരുന്നപ്പം പ്രൊജക്ഷൻ ഓയിലാണ്, വൈയിലായിരിക്കുമ്പോൾ പ്രൊജക്ഷൻ വൈയിലാണ്. എക്സ് ഡാഷിലായിരിക്കുമ്പോൾ ഓയിലേക്ക് തിരിച്ചെത്തും, വൈ ഡാഷിൽ എത്തുമ്പോൾ വൈ ഡാഷിലേക്ക് എത്തും, എക്സിൽ എത്തുമ്പോൾ പിന്നെ ഓയിലേക്ക് എത്തും. അപ്പം ഈ പ്രൊജക്ഷൻ അവിടെ നമ്മൾ ഇനി ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പാർട്ടിക്കിളിന്റെ മോഷൻ? ആദ്യം ഓയിൽ നിന്ന് വൈയിലേക്ക് പോകും, തിരിച്ച് ഓയിലേക്ക് എത്തും, ഓയിൽ നിന്ന് വൈ ഡാഷിലേക്ക് പോവും, തിരിച്ച് വീണ്ടും ഓയിലെത്തും, അല്ലെ? അപ്പം ഇങ്ങനെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അപ്പ് ആൻഡ് ഡൗണിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ജസ്റ്റ് ലൈക്ക് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ടു ആൻഡ് ഫ്രോ മോഷനിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ ഇത് അപ്പ് ആൻഡ് ഡൗണിൽ അങ്ങനെ തന്നെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. ഓരോ തവണ പാർട്ടിക്കിൾ കറങ്ങുമ്പോഴും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? അതുകൊണ്ട് പീരിയോഡിക് മോഷൻ ആണ്. പിന്നെന്തായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നേ? ഇവിടെ മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ പോയിന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അത് ശരിയാണ്. ഓയിൽ നിന്നാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ തുടങ്ങിയത്. അത് വൈയിലേക്ക് എത്തി മൂവ് ചെയ്തപ്പോൾ തിരിച്ച് വീണ്ടും മൂവ് ചെയ്ത് ഓയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെ? അപ്പൊ അതും ശരിയാണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതാണോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആക്സിലറേഷനും ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആക്സിലറേഷൻ കണ്ടുപിടിക്കും. ഓക്കെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് വെലോസിറ്റി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ആക്സിലറേഷൻ. ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിറൈവ്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റിൽ നിന്നാണ്.
അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് വൃത്തിക്ക് വരയ്ക്കുകയാണ്. ആദ്യം നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നുണ്ട്. സർക്കിളിന്റെ റേഡിയസ് ആണ് എ. പാർട്ടിക്കിളിനെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനിൽ ഈ സർക്കിളിനെ അറൗണ്ട് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എടുത്തിരിക്കുന്ന ഡയമീറ്ററിലേക്ക് ഒരു പ്രൊജക്ഷൻ വരയ്ക്കും. ലാസ്റ്റ് പ്രൊജക്ഷന് പകരം നമ്മൾ അവിടെ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യും. അപ്പം പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കും. ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിൽ അല്ലെ, അതെന്താണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ പാർട്ടിക്കിൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പ് ആൻഡ് ഡൗണിലുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക പോവാണ്. ഓക്കെ, ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു. അതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. ആൻഡ് ഇവിടെ നമ്മൾ വൈ ഡാഷ് എന്ന് പറയുന്ന ഡയമീറ്റർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോട്ടഡ് ലൈൻ വേണ്ട, ഇത് മാത്രം മതി. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിൻ്റെ അകത്ത് ചെറിയൊരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. പാർട്ടിക്കിൾ എക്സിൽ നിന്ന് പി വരെ മൂവ് ചെയ്തതായിട്ട് എടുക്കുന്നു. പി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുമ്പോഴുള്ള പ്രൊജക്ഷൻ ആണ് എന്നിലേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത്. എക്സിൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പോഴുള്ള പ്രൊജക്ഷൻ ആണ് ഒ. ഇതാണ് സർക്കിളിന്റെ റേഡിയസ് എ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അല്ലെ, എക്സിൽ നിന്ന് പി വരെ പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ആംഗിള് ഡിസ്ക്രൈബ് ചെയ്തു. അതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് തീറ്റ. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ആംഗിൾ ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും, തീറ്റ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ എഴുതിയിരിക്കുന്നത്. അപ്പം എക്സിൽ നിന്ന് പി വരെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്തത്. അപ്പം ഇത്രയും പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ, എക്സിൽ നിന്ന് പി വരെ പാർട്ടിക്കിൾ മൂവ് ചെയ്തപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ എങ്ങനെ മൂവ് ചെയ്തു, ഓയിൽ നിന്ന് എന്നിലേക്കാണ് പ്രൊജക്ഷൻ മൂവ് ചെയ്തത്. അതായത് പാർട്ടിക്കിൾ ഇത്രയും ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്, വൈ എന്ന് പറയുന്നത്. വൈ ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വൈ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, വെലോസിറ്റി ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ dy/dt ചെയ്താൽ മതി. ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ എന്ന് പറയുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വൈക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ആണ് ഇത്. ഈ ഒരു ട്രയാംഗിൾ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെയാണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് വൈ. നമുക്ക് വൈ അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പം വൈയുടെ ഏത് സൈഡിലാണ് ആംഗിൾ വന്നിരിക്കുന്നതെന്ന് നോക്കുക. എവിടെയാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്താലാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, യാ സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, വൈ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്, എ ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാം, വൈ ബൈ എ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് വൈ എഴുതാലോ, സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാൽ മതി. അതാണ് ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ ഇപ്പറ പോകുമ്പോ എങ്ങനെ കിട്ടും, എ സൈൻ വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ തീറ്റയുടെ ഇക്വേഷൻ ആയിട്ടുള്ള ഒമേഗ ടി എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക, ഒമേഗ ടി എന്ന് കൊടുക്കുക. അപ്പം വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് നമ്മുടെ വൈയുടെ ഇക്വേഷൻ. ഇതിൽ നിന്നാണ് നമ്മൾ ബിയും
എയും കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഇത്രേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? dy/dt ചെയ്താൽ മതി അല്ലെ. y ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് v കണ്ടുപിടിക്കണം. v എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് y നമുക്കറിയാം. സോ y യെ ഇവിടെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, എയും ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ് എ മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യണം? d/dt ഓഫ് എന്ത് ചെയ്യണം? സൈൻ ഒമേഗ ടി. d/dt ഓഫ് സൈൻ ഒമേഗ ടി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ എന്ത് കിട്ടും? സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ആണ്. അപ്പൊ കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലെ. ഇവിടെയും കൊണ്ട് തീരുന്നില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ടിയുടെ വാല്യൂ 1 ആകുന്നിടം വരെയും ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒമേഗ ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? എ കോസ് ഒമേഗ ടി. ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി d/dt ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ഇത് തന്നെയായിരിക്കും അല്ലെ. 1 കൊണ്ട് ഏതിനെ ഇൻറ്റു ചെയ്താലും അത് തന്നെയാണ് കിട്ടുക. അങ്ങനെ നമുക്ക് വിക്കുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ ഡെറിവേഷൻ? ഇതേപോലെ തന്നെയാണ് എയും ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? dv/dt ആയിരുന്നു. സോ വി റീപ്ലേസ് വി വിത്ത് വിയുടെ വാല്യൂ. എങ്ങനെ എഴുതാം? ഇതാണ് വിയുടെ വാല്യൂ, എ ഒമേഗ കോസ് ഒമേഗ ടി. ഈ സ്റ്റെപ്പിൽ നിന്ന് ഒരു മാറ്റമേ ഉള്ളൂ. ഇവിടെ എ മാത്രമായിരുന്നു കോൺസ്റ്റന്റ് എങ്കിൽ ഇവിടെ എ ഒമേഗയാണ് കോൺസ്റ്റന്റ്. ആദ്യത്തെ കോൺസ്റ്റന്റ് എ ഒമേഗ എഴുതുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ d/dt ഓഫ് സൈൻ ഒമേഗ ടി ചെയ്ത പോലെ തന്നെ d/dt ഓഫ് കോസ് ഒമേഗ ടി ചെയ്യാം. മൈനസ് സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം? ഒമേഗ ടിയെ ചെയ്യാം. കാരണം വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ടി 1 ആവുന്നിടം വരെ ചെയ്യണം. ഇവിടെ ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. സോ നമ്മൾ ഒമേഗയെ പുറത്തേക്ക് എടുക്കും. അപ്പൊ ഇവിടുത്തെ ഒരു ഒമേഗ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോഴേ അങ്ങ് എഴുതുകയാണ്. എ ഒമേഗ സ്ക്വയർ എന്ന് വരും അല്ലെ. പിന്നെ ഇവിടെ എന്താ നമ്മുടെ ഫംഗ്ഷൻ? സൈൻ ഒമേഗ ടി ഉണ്ട്. ഇവിടെ നമ്മൾ ഒമേഗയെ ചെയ്തു, അതാണ് ഒമേഗ സ്ക്വയർ. ടി ചെയ്യുമ്പോൾ 1 കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു ഇത്രേ ഉള്ളൂ, മൈനസ് എ ഒമേഗ സ്ക്വയർ ടി എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ y ആയിരുന്നു, എ സൈൻ ഒമേഗ ടി. അപ്പൊ എ സൈൻ ഒമേഗ ടിയെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ് y വെച്ചിട്ട്. ബാലൻസ് എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ്, ഇവിടെ എന്തുണ്ട്? ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ഓർഡറിൽ എഴുതിയാൽ ആദ്യം കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ എഴുതണം. എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ y എന്ന് എഴുതാം അല്ലെ. ഒമേഗ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് എങ്ങനെ പറയാം? എ പ്രൊപ്പോർഷണൽ ടു മൈനസ് y എന്ന് പറയാം. മൈനസ് എന്ന് പറഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് പറഞ്ഞു, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്, മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ മൂവ് ചെയ്യിപ്പിച്ചു. ഇത്രയും y ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യിപ്പിച്ചെങ്കിൽ എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടി ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കത്തില്ലേ? ആ നെഗറ്റീവ് സൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ശരിയല്ലേ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എ എന്ന് പറയുന്നത് അല്ലെ. എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ. എം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയാണെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ആക്സിലറേഷൻ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് മൈനസ് സൈൻ. അതാണ് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കേണ്ട കണ്ടീഷൻ ആയിരുന്നു. എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു y ആയിരിക്കും. y കൂടുന്നതനുസരിച്ച് അവിടെ എയും കൂടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇക്വേഷനും കൂടെ എഴുതാം. ഇതുണ്ടോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് എഴുതാവുന്നേ ഉള്ളൂ അല്ലേ. എ എന്ന് പറയുന്നത് എന്തായിരുന്നു? dv/dt ആയിരുന്നു. വി എന്ന് പറയുന്നത് എന്തായിരുന്നു? വി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ല നമ്മൾ ചോദിക്കുന്നത്. വി എന്ന് പറയുന്നത് dy/dt ആയിരുന്നു. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? d²y/dt² എന്ന് കിട്ടും അല്ലെ. എ എന്ന് പറയുന്നത് എന്താണ്? എക്കാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്? d²/dt² അല്ലേ. അപ്പം നമ്മൾ എക്ക് പകരം
ലാസ്റ്റത്തെ ഇക്വേഷനിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടിയ വാല്യൂ മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നെഴുതും. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എങ്ങനെ വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം. അടുത്തത് വേവ്സ് ആണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഫോം ഓഫ് എനർജിയാണ്. ഇപ്പം സ്റ്റിൽ വാട്ടർ അല്ലെ, അനങ്ങാതെ ചലനം ഇല്ലാത്തൊരു വെള്ളത്തിന്റെ അകത്ത് നമ്മൾ കല്ലിടുമ്പോൾ എന്ത് സംഭവിക്കും? ഓളങ്ങൾ ഉണ്ടാവും. ഓളങ്ങൾ സ്പ്രെഡ് ചെയ്ത് വലുതാവുന്ന കാണാം. അത് വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതല്ല, അവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവിടെ തന്നെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പാർട്ടിക്കിളിനെ ഒന്ന് മുട്ടും. അപ്പൊ എനർജി അതിലേക്ക് പോകും. അത് പിന്നെയും അടുത്ത പാർട്ടിക്കിളിനെ മുട്ടും, അതിലേക്ക് എനർജി പോകും. ഈ എനർജിയാണ് ഈ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതല്ല, എനർജി സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അകത്ത് ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ബോട്ടൊക്കെ ഇടുമ്പോൾ അത് മൂവ് ചെയ്യുന്നതാണ്. ആ ഡിസ്റ്റർബൻസിന്റെ ഒപ്പമാണ് അത് മൂവ് ചെയ്യുന്നത്. വാട്ടർ പാർട്ടിക്കിൾസ് അല്ല മൂവ് ചെയ്യുന്നത്, ആ എനർജിയാണ് മൂവ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, അപ്പം വേവ് എന്ന് പറഞ്ഞാല് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന മീഡിയത്തിന്റെ അകത്ത് പാർട്ടിക്കിൾസിന് എന്തുണ്ടാവുന്നില്ല? ട്രാൻസ്ലേറ്ററി മോഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ആ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അതാണ് വേവ് മോഷൻ എന്ന് പറയാം. അപ്പൊ രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്, ലോജിറ്റ്യൂഡിനൽ വേവും ഉണ്ട്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റോപ്പ് ഒരെൻഡില് ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഒരെൻഡ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പം ഇവിടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗണിലായിരിക്കും. ഇങ്ങനെയായിരിക്കും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. പക്ഷെ വേവ് എങ്ങനെയായിരിക്കും പോവുക? ഈ ഡയറക്ഷനിലായിരിക്കും പോവുക. അപ്പം വേവിന്റെ ഡയറക്ഷനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. അപ്പൊ നോക്കിയേ, ഇങ്ങനെയാണ് വേവ് സ്ട്രക്ചർ വരുന്നത് അല്ലെ. ഈ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. താഴത്തെ പോർഷന് നമ്മൾ ട്രഫ് എന്ന് പറയും. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് എന്താണുള്ളത്? ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആണ് ഉള്ളത്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാറി മാറി വരും. പിന്നെ ഇത് മൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അവിടെ പ്രഷർ വേരിയേഷൻ കാര്യങ്ങളൊന്നുമില്ല. അത് ഡിഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന കേട്ടോ. അത് ലോജിറ്റ്യൂഡിനൽ വേവും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോജിറ്റ്യൂഡിനൽ വേവിന്റെ വേവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ടെസ്റ്റിന്റെ അകത്ത് കാണാം. ഇതാണ് നമ്മുടെ ലോജിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു സ്പ്രിങ് ഒക്കെ എടുത്തിട്ട് ഒരെൻഡ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് മറ്റേ ഹാൻഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മൂവ് ചെയ്യാണ് സ്ട്രെയിറ്റ് ആയിട്ട്. റൈറ്റിലേക്ക് നമ്മൾ തള്ളുകയാണ്, എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു വേവ് ആയിരിക്കും കാണുന്നത്. കുറച്ചിടം ഇങ്ങനെ സ്പ്രിങ്ങിന്റെ കുറച്ചിടം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിന്നെ ലൂസ് ആയിട്ട് ടൈറ്റ് ആയിട്ട്. ഈ ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന വേവ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാം? ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഈ കാണിച്ചിരിക്കുന്ന ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പം വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനോട് പാരലൽ ആയിട്ട് തന്നെയാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതാണ് ലോജിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഇനി ഇതിന്റെ അകത്ത് ഈ ടൈറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, ഇതിനെ കംപ്രഷൻ എന്നും ഈ ലൂസ് ആയിട്ടുള്ള ഏരിയയെ നമ്മൾ റെയർ ഫ്രാക്ഷൻ എന്നുമാണ് പറയാം. അപ്പം ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് ക്രസ്റ്റിന്റെയും ട്രഫിന്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ സീരീസ് ആണെങ്കിൽ, ലോജിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന കംപ്രഷന്റെയും റെയർ ഫ്രാക്ഷന്റെ ഒരു കോമ്പിനേഷൻ ആണ്, സീരീസ് ആണ്. ഓക്കെ, ഇനി ലോജിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മീഡിയം വേണം. ഇനിയും ഈ കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉണ്ടാവുന്നത് പ്രഷർ വേരിയേഷൻ കൊണ്ടാണ്. സോ ലോജിറ്റ്യൂഡിനൽ വേവിൽ എന്തുണ്ട്? പ്രഷർ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഇനിയും ഡിഫറൻസ് ഉണ്ട്. വേണം നമുക്ക് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് കൂടുതലായും സോളിഡ്സിലും അതുപോലെ ലിക്വിഡ് സർഫസിലൊക്കെയാണ് കാണുന്നത്. ലോജിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് എല്ലാ മീഡിയത്തിലും കാണാറുണ്ട്.
ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ ഓരോ എക്സാമ്പിൾ പറയാം. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ ആണ് ലൈറ്റ് വേവ് എന്ന് പറയുന്നത്. ലോജിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. ഓക്കെ, പിന്നെ വേവിന്റെ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ വേവെങ്കിൽ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാൽ ജസ്റ്റ് വേവിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചു വെക്കുക. പിന്നെ അതിൻ്റെ അകത്തുള്ള ഓരോ ക്യാരക്ടറിസ്റ്റിക് ഇതുപോലെ തന്നെ ലേബൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പറയുന്ന വേവിന്റെ മാക്സിമം ഹൈറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പം ഇവിടെ നിന്ന് തുടങ്ങുന്ന വേവ് ഇവിടെ എത്തുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് വേവ് ആവുന്നത്. അപ്പോൾ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലെ ഇതുപോലെ എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻസ് അല്ലെങ്കിൽ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേവ് ലെന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രസ്റ്റ്, ഇവിടെ വരുന്നതും ക്രസ്റ്റ് അല്ലെ. അപ്പൊ ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത് വരുന്ന ക്രസ്റ്റോ അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന ട്രഫോ തമ്മിലുള്ള ലീനിയർ ഡിസ്റ്റൻസിനെയാണ് ലാംഡ എന്ന് പറയാം. ലാംഡ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, വേവ് ലെന്ത് എന്ന് പറയാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് വേവ് വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് ഓർക്കുക. വൺ ലൈൻ ആയിട്ടെങ്കിലും ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി റിലേഷൻ ആണ്. ഈ റിലേഷൻ ഓർക്കാൻ വേണ്ടിയാണ് ഈ ട്രയാങ്കിളിന്റെ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ട്രയാങ്കിൾ കാണുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻ ഓർക്കാന്നേ ഉള്ളൂ. മുകളിലുള്ള വി ആണ് അല്ലെ, അപ്പൊ മുകളിലുള്ള ആദ്യം എഴുതുക, പിന്നെ എഫും ലാംഡയും ഒന്നിച്ചെഴുതുക, എഫ് ലാംഡ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വി എന്ന് പറയുന്ന വെലോസിറ്റി, എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി, ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത്. ഇതിന്റെ റിലേഷൻ നമ്മളോട് ചോദിക്കും. അപ്പം ഇത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഭയങ്കര സിമ്പിൾ ആണ്. വെലോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ലീനിയർ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലാംഡേനെയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാംഡയാണ്, ബൈ എന്താണ്? ടൈം അല്ലെ, ബൈ ടൈം ആണ്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈം പീരീഡിന്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. സോ 1/t നമുക്ക് എന്ത് ചെയ്യാം? എഫ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. സിമ്പിൾ. അപ്പൊ ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേർഡ്സ്, സെന്റൻസ് ഒക്കെ എഴുതി, ഇക്വേഷൻ ഒക്കെ എഴുതി ഡീറ്റെയിൽ ചെയ്ത് എഴുതുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലം എളുപ്പമാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ വാല്യൂം തന്നിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ വേവ് ലെന്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ലാംഡയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ, 500 ഹെർട്സ്. ആൻഡ് വെലോസിറ്റി ആണ് മീറ്റർ പെർ സെക്കൻഡിൽ തരിക. വെലോസിറ്റി തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. സോ വിക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് എഫിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ അറിയില്ല, അതുപോലെ തന്നെ ലാംഡ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലാംഡ മാത്രം ഇപ്പുറത്തെ സൈഡിൽ നിർത്തുക, കൂടെ ഉള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 500നെ നമ്മൾ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്. സോ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആവും. ജസ്റ്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ലാംഡയുടെ വാല്യൂ ആയിട്ടുള്ള 0.68 മീറ്റർ എന്ന് കിട്ടും. ലാംഡ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, സോ മീറ്റർ കൊടുക്കുക. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കിയെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്സ് ജനറേറ്റഡ് ബൈ എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 500 ഹെർട്സ്. ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പം വെലോസിറ്റി തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മൾ വി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ 500 ഫ്രീക്വൻസി ഹെർട്സിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ 500 ഹെർട്സിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വേവിന്റെ വേവ് ലെന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ജസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ നോക്കുക. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം മസ്റ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ സൗണ്ട് വേവും ലൈറ്റ് വേവും ജസ്റ്റ് വേണേൽ ഒറ്റയടിക്ക് പറയാം. സൗണ്ട് വേവ് എന്ന് പറയുന്ന വൈബ്രേറ്റിംഗ് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ലൈറ്റ് വേവ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് അല്ലെ, വിച്ച് ഹെൽപ്പ് us ടു സീ തിങ്സ്. അതുപോലെ തന്നെ ലൈറ്റ് വേവ് എന്ന് പറഞ്ഞാൽ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എപ്പോഴും ലൈറ്റ് ട്രാവൽ ചെയ്യുക. ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവും കൂടിയാണ്. അതുകൊണ്ട് അതിന് മീഡിയം ഒന്നും വേണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. പക്ഷെ സൗണ്ട് വേവിന് എന്ത് വേണം? ഒരു
മീഡിയം നെസസറി ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. സൗണ്ട് വേവ് എന്ന് പറയുന്ന ഒരു ലോജിറ്റ്യൂഡിനൽ വേവ് ആണ്. ആൻഡ് ലൈറ്റ് വേവ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 സ്റ്റേറ്റിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോളിഡ്സിലായിരിക്കും കൂടുതൽ. ഓക്കെ, ഗ്യാസിനേക്കാളും സ്പീഡ് കൂടുതൽ എന്ന് പറയുന്നത് സോളിഡിലും ലിക്വിഡിലായിരിക്കും. ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തില് നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെന്തിന്റെ ആ ഒരു റീജിയൻ ആണ്. അപ്പൊ ആ വേവ് ലെന്ത് നോക്കി വെക്കുക, 400 to 700 നാനോമീറ്റർ. പിന്നെ വരുന്നത് ബീഡ്സ് ആണ്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറെക്കുറെ ചെറിയ വ്യത്യാസമുള്ള ഫ്രീക്വൻസീസ് കൂടിച്ചേരുമ്പോൾ അതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. കൂടിച്ചേരുമ്പോൾ സൗണ്ടിന്റെ ഇന്റൻസിറ്റിയിൽ എന്തുണ്ടാവും, ഒരു വേരിയേഷൻ ഉണ്ടാവും. ബീഡ്സ് നമ്മൾ കേൾക്കാറില്ലേ, ഒന്ന് കൂടി കുറഞ്ഞൊക്കെ വരും. അപ്പൊ ആ സൗണ്ടിന്റെ ഇന്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന ആ പീരിയോഡിക് വേരിയേഷനാണ് നമ്മൾ എന്തെന്ന് പറയാം, ബീഡ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അൾട്രാസോണിക് വേവ് ആണ്. നമുക്കറിയാം 20 to 20 kHz ആണ് ഹ്യൂമൻ ബീന് ഓഡിബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. 20 ഹെർട്സിന് താഴെ പോയ ഇൻഫ്രാസോണിക് ആയി, 20 kHz മുകളിൽ പോയ അൾട്രാസോണിക് ആയി. സിമ്പിൾ. ഇനി അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കി വെക്കുക. എക്കോ ഡെപ്ത് സൗണ്ടിങ് ഉണ്ട്. ഈ സബ്മറൈൻസ് ഇല്ലേ, കപ്പലൊക്കെ ഡിറ്റക്ട് ചെയ്യാനും അണ്ടർ വാട്ടർ ഒബ്സ്ട്രക്കിളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ് എക്കോ ഡെപ്ത് സൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ നിന്ന് എന്ത് ചെയ്യും, വേവ്സിനെ കടത്തിവിടും. അൾട്രാസോണിക് വേവിനെ സീയിലേക്ക് കടത്തിവിടും. അത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പോയി തട്ടിയിട്ട് തിരിച്ചു വരും. ആ തിരിച്ചു വരാൻ എടുക്കുന്ന ആ സമയം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത്, അല്ലെ. മൂവ് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയാം, തിരിച്ചു വരുന്ന ടൈമും ഡിസ്റ്റൻസും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സീ വാട്ടറിന്റെ ഡെപ്ത് ഒക്കെ മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോണാറിന്റെ ഫുൾ ഫോം എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഇതും അൾട്രാസോണിക് വേവിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഈ അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഡിസ്റ്റൻസും അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സോണാർ. സെയിം ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീ ബോട്ടം മാപ്പിങ്ങും ഫിഷ് ഫൈൻഡിങ്ങിനൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ഫ്ലോസ് ഇൻ മെറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റലിനകത്ത് എന്തെങ്കിലും വിള്ളൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ കട്ടിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. സോൾഡറിങ്, സ്കാനിങ്. മെഡിക്കൽ ഫീൽഡിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്കാനിങ്ങിനാണ്. ഫീറ്റസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടുപിടിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇന്റേണൽ ബോഡി സ്ട്രക്ചർ സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് വേവ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന റിവർബറേഷൻ ആണ്. റിവർബറേഷൻ നമുക്കറിയാം, ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഹാൾ അല്ലെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് നമ്മൾ പുതിയതായിട്ടുള്ള റൂമാണെങ്കിൽ അവിടെ കയറി നിൽക്കുമ്പോൾ എക്കോ അടിക്കും. സൗണ്ട് ഒരുപാട് റിഫ്ലക്ട് ചെയ്യുന്നതാണ് എക്കോ എന്ന് പറയുന്നത്, അല്ലെ. അപ്പം നമ്മുടെ ഒറിജിനൽ സൗണ്ട് കട്ട് ചെയ്തതിന് ശേഷവും ആ റൂമിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാം. നമ്മുടെ ഒറിജിനൽ സൗണ്ട് കഴിഞ്ഞ് ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും റിഫ്ലക്റ്റഡ് സൗണ്ട് ആയിട്ടുള്ള എക്കോ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ റിവർബറേഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ പറഞ്ഞു തീരും മുന്നേ അത് തിരിച്ച് നമ്മൾ കേൾക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. റിവർബറേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു റൂം അല്ലെങ്കിൽ ഹാളിൽ നമ്മുടെ ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷവും ആ ഒരു ഹാളിൽ നീണ്ടു നിൽക്കുന്ന ശബ്ദത്തെയാണ് റിവർബറേഷൻ എന്ന് പറയാം. റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കെങ്കിലേ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ്സ് പഠിച്ചിരിക്കണം. സിമ്പിൾ ആണ്. ഓപ്പൺ വിൻഡോസ് വെക്കുക, അപ്പം കുറെ സൗണ്ട് അങ്ങനെ പൊയ്ക്കോളൂ. പിന്നെ ഓപ്പൺ ഡോർ വെക്കുക, സീലിംഗ് ചെയ്യുക, കാർപ്പറ്റ് ഇടുക, കർട്ടൻസ് ഇടുക, കബോർഡ് ആഡ് ചെയ്യുക. ഇതുപോലെ സൗണ്ട് അബ്സർവന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാക്സിമം ഇടുക. തിയേറ്ററിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, വാൾസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാർപ്പറ്റ് ഇട്ടിരിക്കുന്നത്, കുഷനുള്ള സീറ്റ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുക, ഫർണിച്ചർ ഇടുക, അങ്ങനത്തെ അൺട്രീറ്റഡ് വുഡ്സ് ഒക്കെ ആഡ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് ടെക്നിക്സ് ഒക്കെ നോക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, പഠിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഡു വെൽ.